ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് തന്നെയാണിലേക്ക് സ്വാഗതം. DNA എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് 4 Days to Go പോസ്റ്റർ വന്നു. പിന്നെ പ്രകമ്പനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം അനൗൺസ് ചെയ്തിരുന്നു. സംഭവം ഒരു ഹൊറർ കോമഡി രീതിയിൽ വരാൻ പോണ പടമാണ്. എന്തായാലും ഒരു ഹോസ്റ്റൽ ബേസ് ചെയ്തിട്ടാണ് പടത്തിന്റെ കഥ നടക്കാൻ പോകുന്നത്. കൊച്ചിയിലും കണ്ണൂരിലായിട്ടാണ് മെയിൻ ഷൂട്ടിംഗ് നടക്കാൻ പോകുന്നത്. ഗണപതി, സാഗർ സൂര്യ, അമീൻ ഇവരൊക്കെയാണ് മെയിൻ കഥാപാത്രങ്ങളായിരുന്നത്. ഇതിന്റെ ഇപ്പോഴത്തെ ഒരു കാര്യം പറഞ്ഞ വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് അടികപ്പിയരെ കൂട്ടമണിയാണ് ഓർമ്മ വന്നത്. പിന്നെ സൂര്യ 46ന്റെ നൈറ്റ് ഷൂട്ടിങ്ങിന്റെ ഒരു സ്റ്റിൽ കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ RT76 രവിതേജയുടെ 76ാമത്തെ പടത്തിന്റെ ഷൂട്ടിംഗ് ഇന്നലെ മുതൽ തുടങ്ങി എന്നുള്ള കേൾക്കുന്നുണ്ട്. പിന്നെ എയർ എന്ന് പറഞ്ഞിട്ടുള്ള പടം ജൂലൈ 3 സ്ട്രീമിംഗ് ആകുമ്പോഴാണ് OTTയിൽ. എന്തായാലും എയർ എന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യ റാങ്കേഴ്സ് എന്നാണ് ഫുൾ ഫോം ആയി വരുന്നത്. പിന്നെ കുബേര എന്ന പടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു, നല്ല ട്രെയിലർ ആയിട്ടാണ് തോന്നിയത്. എന്തായാലും 4 Days to Go പോസ്റ്റർ കണ്ടിട്ടുണ്ട് പടത്തിന്റെ. പിന്നെ പടത്തിന്റെ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ഫൗജി 2 എന്ന് പറഞ്ഞ പടത്തിന്റെ ജോക്ക് ബോക്സ് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ പറന്ന് പോകുന്ന പടത്തിന്റെ ഡാഡി റൊമ്പ പാവം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ ബോംബ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു അനൗൺസ്മെന്റ് വരും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അർജുൻദാസാണ് മെയിൻ കഥാപാത്രം എത്തുന്നത്. പിന്നെ ചോട്ടമുംബൈ എന്ന് പറഞ്ഞ പടം 10 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 3.40 കോടിയാണ് നേടിയിട്ടുള്ളത്. വേൾഡ് വൈഡ് ആയിട്ടും 3.78 കോടിയാണ് നേടിയിട്ടുള്ളത്. പിന്നെ ചെന്നൈ സിറ്റി ഗാങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പടത്തിന്റെ റിലീസ് ട്രെയിലർ പുറത്തിറക്കുന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ. അത് പ്രിയ ഭവാനി ശങ്കറാണ് പുറത്തിറക്കാനുള്ള അറിയിച്ചിട്ടുണ്ടായിരുന്നു 7 മണിക്ക്. എന്തായാലും പുറത്തിറങ്ങിയിട്ടുണ്ട് റിലീസ് ട്രെയിലർ, കാണേണ്ടവർ കണ്ടോക്കാം. പിന്നെ വിഷ്ണു മഞ്ജുവിനായിട്ടുള്ള ഒരു ഫോട്ടോ വന്നിട്ടുണ്ട് രജനീകാന്തിന്റെ. എന്തായാലും രജനീകാന്ത് പടം കണ്ട് ആൾ ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കേരള ക്രൈം ഫയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിന്റെ സീസൺ 2 വരാൻ പോവാണ്. അപ്പോൾ അതിന്റെ 4 Days to Go പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ജൂൺ 20 സീരീസ് പുറത്തിറങ്ങിയ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ. പിന്നെ ഫിനിക്സ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് അനൽ അരസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ബർത്ത്ഡേ വിഷ് കൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ 8 വസന്തു എന്ന് പറഞ്ഞ പടത്തിന്റെ പ്രീ റിലീസ് ഇവന്റ് നടക്കാൻ പോവാണ് ജൂൺ 17 ഇന്ന് 6 മണിക്ക്. പിന്നെ 8 വസന്തു എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് 4 Days to Go പോസ്റ്റർ വന്നു. പിന്നെ വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞ പടം ഇത്ര ദിവസം കൊണ്ട് 2.90 കോടിയാണ് വേൾഡ് വൈഡ് നേടിയിട്ടുള്ള അറിയിച്ചു. പിന്നെ റോന്ത് എന്ന് പറഞ്ഞ പടത്തിന്റെ ഇത്ര ദിവസത്തെ കളക്ഷൻ 4.85 കോടിയാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട് വേൾഡ് വൈഡ് ആയിട്ട്. പിന്നെ JSK എന്ന് പറഞ്ഞ പടത്തിന്റെ ഓഡിയോ ലോഞ്ച് നടന്നിരുന്നു. അപ്പോൾ അതിന് സുരേഷ് ഗോപി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിന്റെ ആൽബം ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്, ഓഡിയോ ലോഞ്ച് നടന്ന കാരണം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ നെയ്പോളി അഖിൽ സത്യം പടം ഫാന്റസി കോമഡി രീതിയിലുള്ള പടം എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന കാര്യം പറഞ്ഞാണ് ചോറ്റാനിക്കരയിൽ എറണാകുളത്ത് വെച്ചിട്ടുള്ളത്. എന്തായാലും ഈ പടത്തിന്റെ റിലീസ് ക്രിസ്മസിനായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്, ഡിസംബർ ടൈമിലായിട്ട്. പിന്നെ ഭാവന സ്റ്റുഡിയോസിനായിട്ട് ഫഹദ് വാസിൽ ഒന്നിക്കാൻ പോവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കരാട്ട ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരു പടം അനൗൺസ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഷൂട്ടിംഗ് ഈ ഒക്ടോബറിൽ തുടങ്ങുന്നതാണ് കേൾക്കുന്നത്. കോട്ടയത്താണ് ഇതിന്റെ ഷൂട്ടിംഗ് തുടങ്ങാന്നുള്ള കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ പടമായിരിക്കും ഭാവന സ്റ്റുഡിയോസിന്റെ അടുത്ത പടം എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള അറിയില്ല. പിന്നെ റെട്രോ എന്ന് പറഞ്ഞിട്ടുള്ള പടം OTT റിലീസായിരുന്നു. ഒരു കുഴപ്പമില്ലാത്ത പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും റേറ്റിംഗ് പറയാനും 10-ൽ 6 ആയിട്ട് കൊടുക്കും. സംഭവം ജസ്റ്റ് കണ്ടിരിക്കാം. എന്തായാലും സൂര്യയുടെ അഭിനയം സൂപ്പറായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഈ പടത്തിന്റെ ഒരു എക്സ്റ്റൻഡഡ് കട്ട് അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് സീരീസ് എന്നുള്ള രീതിയിലൊരു സംഭവം പുറത്തിറക്കുന്ന രീതിയിൽ പറയുന്നുണ്ട് കാർത്തിക് സുബ്രാജ്. വെച്ചാൽ കുറെ അഡീഷണൽ സീൻസ് ഷോർട്സ് ഒക്കെ ചേർത്തിട്ടുള്ളത്. എന്തായാലും വരില്ലെന്നുള്ളത് അറിയത്തില്ല, അതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ വന്നേക്കാം. പിന്നെ അത് രാജാസാബ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രഭാസിന്റെ അടുത്തിന്റെ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ടീസർ കണ്ടിട്ട് നല്ല ടീച്ചർ ആയിട്ടാണ് തോന്നിയത്. ചിലത് കൈവിട്ട് പോയ മാതിരത്തെ പരിപാടികളൊക്കെ ഉണ്ട്. എന്തായാലും ടീച്ചർ ട്രെൻഡിങ്ങിലാണ് യൂട്യൂബിലൊക്കെ. അതേമാതിരി 35 മില്യൺ പ്ലസ് വ്യൂസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ടീച്ചറിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യുക. പിന്നെ നിധി അഗർവാൾ ഇതിന്റെ ഡബിംഗ് ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിന് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ലോക ചാപ്റ്റർ 1 ചന്ദ്രൻ എന്നായിട്ടുള്ള പടം എന്ന് വെച്ചാൽ FRS സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്ന ആദ്യത്തെ പടം. ഈ പടം ഓണത്തിനായിരിക്കും റിലീസ് ഉണ്ടാവുക എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ ഓഗസ്റ്റ് 29 ആയിട്ടായിരിക്കും വരിക എന്നുള്ളത് കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ 28 ആവാം, അങ്ങനെയാണ് ഇപ്പോൾ ഡേറ്റ് കേൾക്കുന്നത്. പിന്നെ കാന്ത എന്ന് പറഞ്ഞിട്ടുള്ള ദുൽഖർ സൽമാന്റെ പടം ഈ ഓഗസ്റ്റ് 1 റിലീസ് ആവുന്നുള്ളത് കേൾക്കുന്നുണ്ട്. അത് ഒഫീഷ്യലി കൺഫർമേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, എന്തായാലും കണ്ടറിയാൻ വരില്ല എന്നുള്ളത്. പിന്നെ MMN മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണൻ പടം. ഈ പടത്തിന്റെ പേരായി പറഞ്ഞു കേൾക്കുന്നത് പാട്രിയോട്ട് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കേൾക്കുന്നത് അങ്ങനെയാണ്. പിന്നീട് എന്താവും എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും ഇപ്പോൾ പാട്രിയോട്ട് എന്നുള്ള രീതിയിലാണ് പേര് കേൾക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.